നമസ്കാരം സാറേ. ഇപ്പോ അഷ്ടബന്ധ ബ്രഹ്മകലശോത്സവം നല്ല രീതിയിൽ കഴിഞ്ഞു. ഇപ്പൊ ഇനിയിപ്പോ നാളെ മൂടപ്പസേവ 5-ാം തീയതി. അപ്പൊ 8 വർഷം മുമ്പാണ് ഈ ഭഗവാന്റെ മുകളിൽ എടുത്തത്. അപ്പൊ അതിന്റെ ശേഷം കഴിഞ്ഞ ദിവസം അത് പ്രതിഷ്ഠിച്ചു. ഇപ്പൊ നിങ്ങൾക്ക് എന്ത് തോന്നുന്നുണ്ട്? ഇപ്പൊ നല്ലൊരു പ്രതിച്ഛായാണ് അമ്പലത്തിനെ കുറിച്ച് ഭക്തന്മാരുടെ ഇടയിൽ നല്ലൊരു അഭിപ്രായവും പിന്നെ നല്ല ഭക്തിസാന്ദ്രമായ ഒരു കാഴ്ചപ്പാടും എല്ലാ ഇതിലും പ്രസാദം സ്വീകരിച്ച് ഭക്തന്മാരെ നല്ല രീതിയിൽ പ്രസാദം സ്വീകരിച്ച് പോകുന്നു. പിന്നെ മാറ്റങ്ങൾ വളരെയേറെയുണ്ട്. മഹാദ്വാരം വന്നു, അത് മുമ്പേ ഇല്ലാത്തതൊരു സംഗതിയാണ്. പിന്നെ മൂടപ്പ് സേവ 33 വർഷത്തിന് ശേഷം ബ്രഹ്മകലശാഭിഷേകവും പിന്നെ മൂടപ്പ സേവയും ഒന്നിച്ച് കൊണ്ടാടുന്ന ഒരു സംഭവമാണ്. മൂടപ്പ സേവ നിങ്ങൾ 92-ൽ കണ്ടിരുന്നോ? ഇല്ല, ഞാൻ 94-ൽ വന്നതാണ്. നിങ്ങളുടെ നാട് സ്വന്തം നാട് വടകര. പക്ഷെ 94 കൊണ്ട് ഇവിടെ ഇപ്പൊ നിങ്ങൾക്ക് 30 വർഷമായി. 30 വർഷമായി. ഇനിയിപ്പോ ഏപ്രിൽ 30-ന് റിട്ടയർഡ്. അങ്ങനെയുണ്ട്. അങ്ങനെയുണ്ട്. നല്ലൊരു പിന്നെ സത്യം പറഞ്ഞ ഒരു ഭാഗ്യം എന്ന് പറയാം. അതെ, നമ്മള് ഇപ്പൊ ഇവിടെ നിന്നുകൊണ്ട് നമുക്കൊരു മൂടപ്പ സേവയും ബ്രഹ്മകലശോത്സവവും കാണാനും അതിനൊരു ഭാഗ്യം തന്നെ. കടാക്ഷങ്ങള് വിനായകന്റെ ഒരു അനുഗ്രഹം കൂടി കിട്ടി. തിരക്കെല്ലാം എങ്ങനെ നിങ്ങൾ വിചാരിക്കുന്നത്? തിരക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര അതിവിപുലമായ തിരക്കാണ്. അതേ ഇതില് ഭക്തജനങ്ങളുടെ ജനപ്രവാഹം തന്നെയാണ് എല്ലാ ദിവസവും. ശരിക്കും പറഞ്ഞാൽ ഒരു പ്രയാഗ്രാജ് വരുന്നുണ്ട്. നല്ലൊരു ഇതാണ്. ഭക്തന്മാർക്കിടയിൽ നല്ലൊരു അഭിപ്രായം ഈ ദേവന്റെ ഇടയില് വിനായകന്റെ ഗണപതിന്റെ അനുഗ്രഹം തന്നെ നേടിയിട്ട് പോണവരുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ഡ്യൂട്ടി ചെയ്തില്ല, ഇപ്പൊ 30 വർഷം ഡ്യൂട്ടി ചെയ്തു. നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു അനുഭവങ്ങളുണ്ടോ? അനുഭവം എന്ന് വെച്ചാല് പിന്നെ മറ്റു ചായയുള്ള ഒരു ദുരനുഭവം ഇല്ല, ഒന്നുമില്ല. നല്ല സന്തോഷത്തോടു കൂടി ഞാൻ എൻ്റെ ഫാമിലി അടക്കം ഇവിടെ വന്നവരാണ്. എനിക്ക് കല്യാണം അനുഗ്രഹം തന്നെ അവിടെ തന്നെ തുടങ്ങി. 2 കുട്ടികളുണ്ട്, 2 പെൺകുട്ടികൾ. വല്ല പഠിച്ച് ഈ കല്യാണത്തിന്റെ ഇതിലേക്ക് പോകുന്നതാണ്. അവരെല്ലാം ഇവിടെ തന്നെ? ഇവിടെ ഉണ്ട്, നാട്ടിലുണ്ട്. ഗോകുലം ഫൈനാൻസില് ജോലി ചെയ്യുന്നുണ്ട്. അസിസ്റ്റന്റ് മാനേജർ ഭാര്യ എല്ലാം നല്ല. ഇങ്ങനെ ഒരു കാഴ്ചപ്പാട് നമുക്ക് കിട്ടിയതിൽ വളരെ സന്തോഷമാണ്. ആയിക്കോട്ടെ.